ഹോർമുസിലൂടെ സമാധാനപരമായ കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കപ്പെടണമെങ്കിൽ അമേരിക്ക കീഴടങ്ങിയേ മതിയാകൂ. ഇറാനുമേൽ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ ഓരോന്നായി പിൻവലിക്കുകയും വേണം. മരവിപ്പിച്ച ഇറാനിയൻ ഫണ്ടുകൾ വിട്ടു നൽകണമെന്ന് കർശനമായി പറഞ്ഞിരിക്കുകയാണ് ഇറാൻ. അമേരിക്കയുടെ മുന്നിൽ ഇനി മറ്റു വഴികളൊന്നുമില്ല. ലോകം മുഴുവൻ നിങ്ങൾക്കെതിരെ തിരിയുന്നതിന് മുൻപ് എന്തെങ്കിലും ഒന്ന് ചെയ്തോളൂ, അല്ലെങ്കിൽ ലോക പോലീസ് ഈ ലോകത്തിന് മുന്നിൽ വലിയ നാണക്കേടിലേക്കാണ് കൂപ്പുകുത്തുക. അതെ, അമേരിക്കയ്ക്ക് മരണക്കെണി ഒരുക്കുകയാണ് ഹോർമുസിൽ. ഒരു തുള്ളി എണ്ണയ്ക്ക് ലോകം മുട്ടുകുത്തുന്ന ഈ കാലത്ത് ലോക സമ്പദ് വ്യവസ്ഥയുടെ ജീവനാഡിയായ ആ സമുദ്രപാത ഇപ്പോൾ ഒരൊറ്റ രാജ്യത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ തന്നെയാണ്. ഹോർമുസ് കടലിടുക്ക്, പേർഷ്യൻ ഉൾക്കടലിന്റെ ഈ ഇടുങ്ങിയ കവാടത്തിൽ ഇറാൻ തങ്ങളുടെ ആധിപത്യം തെളിയിക്കുമ്പോൾ വിറച്ചു നിൽക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തി എന്ന് സ്വയം അവകാശപ്പെടുന്ന അമേരിക്കയാണ് എന്ന യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വർഷങ്ങളായി തങ്ങൾക്ക് മേൽ അമേരിക്ക അടിച്ചേൽപ്പിച്ച ഉപരോധങ്ങൾക്കും ഭീഷണികൾക്കും മുന്നിൽ പതറാത്ത ഇറാൻ ഇപ്പോൾ ഹോർമുസിൽ രണ്ടും കൽപ്പിച്ചിറങ്ങുകയാണ് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇനി അമേരിക്കയ്ക്ക് എളുപ്പ വഴിയിൽ ഒരു രക്ഷയുമില്ല എന്ന സത്യം ലോകം മുഴുവൻ തിരിച്ചറിഞ്ഞു. ഈ തന്ത്രപ്രധാനമായ പടയോട്ടത്തിൽ എങ്ങനെയാണ് ഇറാൻ അമേരിക്കയെ തങ്ങളുടെ കൈവെള്ളയിൽ വെച്ച് കളിപ്പിക്കുന്നതെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. അതിനു മുൻപ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ തന്നെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണേ. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ 1/5 കടന്നു പോകുന്നത് ഹോർമുസ് കടലിടുക്കിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഈ പാതയുടെ നിയന്ത്രണം തങ്ങളുടെ കൈകളിൽ എത്തിച്ചുകൊണ്ട് ഇറാൻ നടത്തുന്ന നീക്കങ്ങൾ ആഗോള ഊർജ വിപണിയെയും അതുപോലെ തന്നെ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തെയും പൂർണ്ണമായും മാറ്റിമറിച്ചിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കണമെങ്കിൽ തങ്ങൾക്ക് മേൽ അമേരിക്ക അടിച്ചേൽപ്പിച്ച എല്ലാ സാമ്പത്തിക ഉപരോധങ്ങളും ഉടനടി പിൻവലിക്കണമെന്ന് ഇറാൻ തുറന്നടിച്ചിരിക്കുകയാണ്. ഇതിനു പുറമെ വഴിവിട്ട രീതിയിൽ അമേരിക്ക മരവിപ്പിച്ചു വെച്ചിരിക്കുന്ന ഇറാന്റെ കോടിക്കണക്കിന് ഡോളറിന്റെ ഫണ്ടുകൾ പൂർണ്ണമായും വിട്ടു നൽകണമെന്നും ഇറാൻ ആവശ്യപ്പെടുന്നു. ഈ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന കർശന നിലപാടിൽ തന്നെയാണ് ഇറാന്റെ ഭരണ നേതൃത്വം ഇപ്പോഴുള്ളത്. തങ്ങളുടെ കൈവശമുള്ള ഈ തന്ത്രപ്രധാനമായ ആയുധം ഉപയോഗിച്ച് അമേരിക്കയ്ക്ക് മേൽ കടുത്ത നയതന്ത്ര സമ്മർദ്ദമാണ് ഇറാൻ ചെലുത്തുന്നത്. അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ ഒരിക്കലും തലകുനിക്കാത്ത ഈ നിലപാട് ഇറാനെ സ്നേഹിക്കുന്നവർക്കും സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളെ ആരാധിക്കുന്നവർക്കും വലിയൊരു ആവേശം നൽകുന്നു എന്ന യാഥാർത്ഥ്യം കൂടി എനിക്ക് നിങ്ങളോടുകൂടി പറയാനുണ്ട്. പേർഷ്യൻ ഉൾക്കടലിലൂടെ ശത്രു രാജ്യങ്ങളുടെ സൈനിക വാണിജ്യ കപ്പലുകൾ സഞ്ചരിക്കുന്നത് പൂർണ്ണമായും തടയാൻ കർശനമായ നിയമനിർമ്മാണത്തിന് ഇറാൻ പാർലമെന്റ് തയ്യാറെടുക്കുന്നു എന്നത് ഇറാന്റെ പരമാധികാരവും ഉറച്ച നിലപാടും വിളിച്ചോതുന്ന ഒരു വാർത്തയാണ്. ഈ പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ പേർഷ്യൻ ഉൾക്കടലിൽ തങ്ങളുടെ അനുമതിയില്ലാതെ ഒരു ശത്രുവിന്റെ കപ്പലിനും സ്വതന്ത്രമായി ചലിക്കാൻ കഴിയില്ല എന്ന് ഇറാൻ ഉറപ്പുവരുത്തുക കൂടിയാണ് ചെയ്യുന്നത്. ഇറാന്റെ മുന്നിൽ മറ്റു വഴികളില്ല, അത്രത്തോളം അവർ കഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു തിരിച്ചടി അവർ നൽകുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നും ഇത്രയും കർശനമായ നടപടികൾ ഉണ്ടാകുമ്പോഴും മേഖലയിൽ ഒരു വലിയ യുദ്ധം ഒഴിവാക്കാൻ ചില അയൽ രാജ്യങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്. സംഘർഷം ലഘൂകരിക്കാനും കടലിടുക്ക് തുറന്നു കൊടുക്കാനും ലക്ഷ്യമിട്ട് ഒമാന്റെ നേതൃത്വത്തിൽ മധ്യസ്ഥ ചർച്ചകൾ സജീവമായി പുരോഗമിക്കുന്നു എന്ന വാർത്തകളും വരുന്നു. അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ചുകൊണ്ട് സമുദ്രപാതയിലൂടെ സുരക്ഷ ഉറപ്പാക്കാനും ഗതാഗതം സാധാരണ നിലയിലാക്കാനും ഖത്തർ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളും പിന്തുണ അറിയിച്ചിട്ടുണ്ട്. സ്വന്തം മേഖലയിലെ സമാധാനത്തിന് എന്നും മുൻഗണന നൽകുന്ന ഇറാൻ ഈ ചർച്ചകൾക്ക് വാതിൽ തുറന്നിടുന്നുണ്ട് എങ്കിലും തങ്ങളുടെ പ്രാദേശിക സുരക്ഷയിലും സ്വയംഭരണ അവകാശത്തിലും യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാൻ അമേരിക്കൻ നേതൃത്വം ഇനിയും തയ്യാറായിട്ടില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ വീണ്ടും പ്രകോപനപരമായ പ്രസ്താവനകളുമായിട്ട് തന്നെയാണ് രംഗത്ത് വന്നത്. അമേരിക്കൻ നാവികസേനയ്ക്കാണ് ഹോർമുസ് കടലിടുക്കിൽ പൂർണ്ണ നിയന്ത്രണമെന്നും സാമ്പത്തിക പ്രതിസന്ധിയിലായ ഇറാന് കപ്പൽ ഗതാഗതം തടയാനുള്ള ശേഷിയില്ല എന്നുമാണ് ട്രംപിന്റെ അവകാശവാദം. എന്ത് കണ്ടിട്ടാണ് ട്രംപ് ഇങ്ങനെ പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല. നിരവധി ഉദാഹരണങ്ങൾ ഇപ്പോൾ തന്നെ സംഭവിച്ചിട്ടുണ്ടല്ലോ. പോരാത്തതിന് കഴിഞ്ഞ അരനൂറ്റാണ്ടായി ഇറാൻ വരുത്തി വെച്ച നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന വിചിത്രമായ വാദവും ട്രംപ് ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ അമേരിക്കൻ നാവികസേനയുടെ വമ്പൻ പടക്കപ്പലുകളെ കാണിച്ച് ലോകത്തെ ഭയപ്പെടുത്താമെന്ന പഴയ തന്ത്രങ്ങളൊന്നും ഇറാന്റെ ആത്മവീര്യത്തിന് മുന്നിൽ ഇനി പിടിച്ചു നിൽക്കില്ല എന്ന കാര്യം ട്രംപിന് വരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ജീവൻ കയ്യിൽ പിടിച്ച് ഓടേണ്ട അവസ്ഥ പോലും ട്രംപിന് വന്നത്. അമേരിക്ക എത്രയൊക്കെ അവകാശവാദങ്ങൾ ഉന്നയിച്ചാലും പേർഷ്യൻ ഉൾക്കടലിലെ യഥാർത്ഥ സാഹചര്യം സാങ്കേതികവും ഭൗമശാസ്ത്രീയപരവുമായ തന്ത്രപരവുമായ മേൽക്കൈ ഇറാനുണ്ട് എന്ന് തെളിയിക്കുന്നത് തന്നെയാണ്. ഇറാനെ അങ്ങനെയൊന്നും കളയാൻ കഴിയുന്നതല്ല.
തങ്ങളുടെ തീരത്തോട് ചേർന്ന് കിടക്കുന്ന കടലിടുക്കിൽ ഏത് നിമിഷവും നീക്കങ്ങൾ നടത്താൻ ഇറാന്റെ ഡ്രോൺ സേനയ്ക്കും മിസൈൽ വ്യൂഹങ്ങൾക്കും മൈൻ നെറ്റ്വർക്കുകൾക്കും സാധിക്കും. ആധുനിക ആയുധങ്ങളുടെയോ വൻകിട പടക്കപ്പലുകളുടെയോ വലിപ്പമല്ല, മറിച്ച് ഭൂപ്രകൃതിയും നിശ്ചയദാർഢ്യവുമാണ് യുദ്ധരംഗത്ത് വിജയം നിർണയിക്കുന്നത് എന്ന് ഇറാൻ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അമേരിക്കയെ സംബന്ധിച്ച് ഇറാൻ ചെറിയ രാഷ്ട്രമാണല്ലോ, പക്ഷെ അമേരിക്ക ഇതുവരെ കീഴടക്കാൻ പറ്റിയില്ല എന്ന് ഓർക്കണം. അമേരിക്കയുടെ വലിയ യുദ്ധക്കപ്പലുകൾ പോലും ഇറാന്റെ ഡ്രോണുകളുടെയും കോസ്റ്റ് ഗാർഡ് ബോട്ടുകളുടെയും സൂക്ഷ്മ നിരീക്ഷണത്തിലാണ് കടലിടുക്കിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇറാന്റെ ഈ നീക്കം കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയ വടംവലി മാത്രമല്ല, ഇത് ആഗോള ഊർജ്ജ സുരക്ഷയെയും അതുപോലെ തന്നെ അന്താരാഷ്ട്ര വിപണിയെയും നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ്. നമ്മുടെ അടുക്കളയെ വരെ അത് ബാധിച്ചിട്ടുണ്ടല്ലോ അല്ലെ? യൂറോപ്പിലേക്കും ഏഷ്യയിലേക്കും ഒഴുകുന്ന എണ്ണയുടെ അളവ് കുറയുന്നത് ലോക വിപണിയിൽ വൻ വിലക്കയറ്റത്തിനാണ് കാരണമാകുന്നത്. ഇറാന്റെ അനുമതിയില്ലാതെ ഈ വഴിയിലൂടെ ഒരു തുള്ളി എണ്ണ പോലും സുരക്ഷിതമായി കൊണ്ടുപോകാൻ കഴിയില്ല എന്ന അവസ്ഥ വന്നതോടെ ലോക രാജ്യങ്ങൾക്ക് ഇറാന്റെ ശക്തിയെ അംഗീകരിക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത്. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടാതെ പിന്നോട്ടില്ല എന്ന് ഇറാൻ പ്രഖ്യാപിച്ചതോടെ അമേരിക്കയുടെ വൻ ശക്തി പ്രതിച്ഛായക്കാണ് കനത്ത പ്രഹരമേറ്റിരിക്കുന്നത്. അമേരിക്ക സാമ്പത്തിക ഉപരോധങ്ങളിലൂടെ ഇറാനെ തകർക്കാൻ ശ്രമിച്ചപ്പോൾ അതേ സാമ്പത്തിക ആയുധം തിരിച്ചു പ്രയോഗിച്ചാണ് ഇറാൻ മറുപടി നൽകുന്നത്. ഹോർമുസ് കടലിടുക്കിൽ ഉണ്ടാകുന്ന ചെറിയൊരു തടസ്സം പോലും അമേരിക്കയെയും യൂറോപ്പിലെയും ഇന്ധനവില കുതിച്ചുയരാൻ കാരണമാകും. ഇത് പാശ്ചാത്യ രാജ്യങ്ങളിലെ ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിനും വഴി തുറക്കും. സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ അമർഷം ഒഴിവാക്കാൻ അമേരിക്കൻ ഭരണാധികാരികൾക്ക് ഇറാന് മുന്നിൽ വഴങ്ങേണ്ടി വരുമെന്ന കാര്യവും ഉറപ്പാണ്. ഇറാന്റെ ഭരണതന്ത്രജ്ഞതയും ദീർഘവീക്ഷണവുമാണ് ഇവിടെ വ്യക്തമാകുന്നത്. ഏത് തരത്തിലുള്ള സൈനിക നീക്കത്തെയും നേരിടാൻ ഇറാൻ സൈന്യം സജ്ജമായി കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യം കൂടിയാണ് നമ്മൾ ഇവിടെ തിരിച്ചറിയേണ്ടത്. പേർഷ്യൻ ഉൾക്കടലിലെയും ഒമാൻ ഉൾക്കടലിലെയും ഇറാന്റെ ഭൂഗർഭ മിസൈൽ താവളങ്ങളും വിപ്ലവ ഗാർഡിന്റെ പ്രത്യേക സേനയും സദാ സജ്ജമായിരിക്കുകയാണ്. തങ്ങളുടെ അതിർത്തി ലംഘിക്കാൻ ശ്രമിക്കുന്ന ഏത് അധിനിവേശ ശക്തിക്കും ശക്തമായ തിരിച്ചടി നൽകാൻ തങ്ങൾക്ക് കഴിവുണ്ട് എന്ന് ഇറാൻ പലതവണ തെളിയിച്ചിട്ടുള്ള കാര്യമാണെന്നും നമുക്കറിയാവുന്നതാണ്. മുൻപ് അമേരിക്കയുടെ അത്യാധുനിക ഡ്രോണുകൾ വെടിവെച്ചിട്ടതും അമേരിക്കൻ നാവികരെ തടവിലാക്കിയതും ചരിത്രത്തിലെ ഇറാന്റെ പോരാട്ട വീര്യത്തിന്റെ ഉദാഹരണങ്ങൾ തന്നെയാണ്. പെട്ടെന്ന് ഒരു ദിവസം ട്രംപിന് ഇതൊക്കെ ഓർമ്മയില്ലാതെ ആവുകയാണോ എന്നതാണ് എന്റെ പ്രധാനപ്പെട്ട ചോദ്യം. ആഗോളതലത്തിൽ അമേരിക്കയ്ക്കെതിരെ ഉയർന്നു വരുന്ന ബഹുധ്രുവ ലോകക്രമത്തിന് ശക്തി പകരുന്ന ഒന്നാണ് ഇറാന്റെ ഈ ധീരമായ നീക്കം. റഷ്യ, ചൈന എന്നീ വൻ ശക്തികളുമായുള്ള ഇറാന്റെ പങ്കാളിത്തവും തന്ത്രപരമായ സഹകരണവും അന്താരാഷ്ട്രത്തിൽ ഇറാന്റെ ശക്തിയാണ് വർദ്ധിപ്പിക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളുടെ സാമ്പത്തിക ആധിപത്യത്തിന് ബദലായി സ്വന്തം വിഭവങ്ങളും ഭൂമിശാസ്ത്രപരമായ മേൽക്കൈയും ഉപയോഗിച്ച് എങ്ങനെ നിൽക്കാമെന്ന് ഇറാൻ ലോകത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അമേരിക്ക കൈവിട്ടാൽ ഭാവിയില്ല എന്ന് കരുതുന്ന ലോകത്താണ് ഇറാൻ ഇങ്ങനെ പോരാടുന്നത്. ഇത് ഭാവിയിൽ മറ്റ് രാജ്യങ്ങൾക്കും അമേരിക്കൻ ഭീഷണികൾക്കെതിരെ പോരാടാൻ വലിയ ഊർജം തന്നെയാണ് നൽകുന്നത്. ഹോർമുസ് കടലിടുക്കിലെ ഗതാഗതം തടസ്സപ്പെടുന്നത് വഴി ഉണ്ടാകുന്ന ഇൻഷുറൻസ് ചെലവുകളുടെ വർധനവും കപ്പൽ കമ്പനികളുടെ ആശങ്കകളും അമേരിക്കമേൽ വീണ്ടും ഭാരമാവുകയാണ്. അതായത് വാണിജ്യ കപ്പലുകൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ അമേരിക്കൻ സഖ്യസേനയ്ക്ക് പോലും സാധിക്കാത്ത സാഹചര്യം ഉടലെടുക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ആഗോള വ്യാപാര ലോകം ഇറാനുമായി നേരിട്ട് ചർച്ചകൾ നടത്താൻ നിർബന്ധിതരാകുകയാണ്. ഇറാനെ തൃപ്തിപ്പെടുത്തിയേ മതിയാകൂ. ഇത് സമുദ്രപാതകളിലെ അമേരിക്കൻ നാവികസേനയുടെ ഏകപക്ഷീയമായ ആധിപത്യം എന്നേക്കുമായി അവസാനിപ്പിക്കുന്നതിന്റെ തുടക്കമാണെന്ന് തന്നെയാണ് അന്താരാഷ്ട്ര നിരീക്ഷകരും വിലയിരുത്തുന്നത്. ചരിത്രപരമായ തർക്കങ്ങളും സാമ്പത്തിക അവകാശവാദങ്ങളും മുന്നോട്ട് വെച്ച് ചർച്ചകളിൽ നിന്ന് ഓടിയൊളിക്കാൻ അമേരിക്ക ശ്രമിക്കുമ്പോഴും യാഥാർത്ഥ്യത്തിന്റെ മണ്ണിൽ ഇറാൻ ഉറച്ചു നിൽക്കുകയാണ്. നയതന്ത്ര തലത്തിൽ ഒമാന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയ്ക്ക് വില കൽപ്പിക്കുമ്പോൾ തന്നെ ശത്രുക്കളുടെ ചതിക്കണിയിൽ വീഴില്ല എന്ന വ്യക്തമായ സന്ദേശം ഇറാൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. വാക്കുകൾ കൊണ്ടല്ല, തന്ത്രപരമായ പ്രവൃത്തികൾ കൊണ്ടാണ് ഇറാൻ തങ്ങളുടെ വിജയം ഇപ്പോൾ അടയാളപ്പെടുത്തുന്നത്. ഒരു വശത്ത് നിയമപരമായ നിയന്ത്രണങ്ങൾ കർശനമാക്കിയും മറുവശത്ത് തന്ത്രപ്രധാനമായ സൈനിക സാന്നിധ്യം ഉറപ്പിച്ചു നിർത്തിയും ഇറാൻ നടത്തുന്ന ഈ പ്രതിരോധം ചരിത്രത്തിൽ ഇടം പിടിക്കുക തന്നെയാണ്. ഇപ്പോൾ മധ്യപൂർവേഷ്യൻ മണ്ണിൽ അമേരിക്കയുടെ സ്വാധീനം അസ്തമിക്കുകയാണെന്നും സ്വന്തം പരമാധികാരം സംരക്ഷിക്കാൻ ഇറാൻ ഏതറ്റം വരെ പോകുമെന്നും ലോകത്തിന് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. ഉപരോധങ്ങൾ കൊണ്ട് ഒരു രാജ്യത്തെ തകർക്കാമെന്ന അമേരിക്കൻ സ്വപ്നങ്ങൾക്ക് ഹോർമുസ് കടലിടുക്കിൽ വെച്ച് ഇറാൻ അന്ത്യം കുറിക്കുക തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇനി കളിയുടെ നിയമങ്ങൾ തീരുമാനിക്കുന്നത് അമേരിക്കയല്ല, മറിച്ച് ഇറാനാണെന്ന് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ ഹോർമുസ് കടലിടുക്കിനെ പൂർണ്ണമായും ഇറാൻ കീഴ്പ്പെടുത്തി എന്ന വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട്? നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമന്റ് ബോക്സിൽ എഴുതുക. വീഡിയോ ഇഷ്ടമായാൽ വേണ്ട. അപ്പോൾ മറ്റൊരു പ്രധാന വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.